ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്നലെ ഞാൻ ആ ദുഃഖവാർത്ത അറിഞ്ഞിരുന്നു, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എന്നാണ് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാറ്. പക്ഷേ ഒരാളുടെ മരണം, ആ മരണത്തെ ഇത്രയധികം ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുമാത്രം മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും വെറുപ്പ് സമ്പാദിച്ചും ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെയൊരു മരണം എന്ന് പറയുന്നത്. മരിച്ചാലും വാതോരാതെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും. ഞാനടക്കം അദ്ദേഹത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സംസാരവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും മറ്റുള്ളവരിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും അല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ശരിക്കും പറഞ്ഞാൽ താങ്ങാനാവുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകാതെ നമ്മളൊക്കെ എവിടെ പോകാനാണല്ലേ. എപ്പോഴാണോ ദൈവം തമ്പുരാൻ വിളിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് പോയി തന്നെ ആവണം. പക്ഷേ പോകുന്നതിന് മുൻപ് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് തന്നെയാണ് ഉസ്താദ് പോയിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഓരോ സൽക്കർമ്മങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ദാനശീലങ്ങൾ, അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പാഠങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം ഒരു വീട്ടിലെത്തി. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് വേദന വരികയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം വല്ലാത്തൊരു വേദനയാകുന്നു. കാരണം സങ്കടമുണ്ട് താനും, പക്ഷേ അദ്ദേഹത്തിന് ഒരു നല്ലൊരു മരണം ദൈവം കൊടുത്തു എന്നും നമുക്ക് പറയാം. കാരണം വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ ഒന്നും അദ്ദേഹത്തിനില്ല. ഈ ഒരു പ്രായമായിട്ടും അദ്ദേഹത്തിന് യാതൊരു വിഷയങ്ങളും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് അറ്റാക്കായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം ആ കുടുംബത്തിന് ഇനി ആരാണ് ഉണ്ടാവുക? കുടുംബത്തിനെ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദൈവവിളിക്ക് ഉത്തരം നൽകി പോയിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഈ ഒരു മരണ വാർത്തയും ഈ ഉസ്താദിനെ കുറിച്ചും സംസാരിക്കാത്ത ഒരാൾ പോലും ഇല്ല എന്നതാണ് സത്യം. ഞാൻ ഇന്നലെ അറിഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളിപ്പം ഒരു കാര്യം നമ്മൾ കേട്ടു, പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വഫാത്തായി എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഉസ്താദ് ഇങ്ങനെ മരണപ്പെട്ടു, ഉസ്താദിൻ്റെ മരണ വാർത്ത ഇതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അപസ്മാരം കൊണ്ടാണ് അദ്ദേഹം മരിച്ച്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ മരണകാരണം അറ്റാക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. 1000 ദുആയിൽ ഒരു ദുആയെങ്കിലും ദൈവം കേൾക്കുമെന്നല്ലേ പറയുന്നത്. കാരണം അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖബറിൽ അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഗുണങ്ങളും ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ മരണകാരണം ഇതായിരുന്നു. അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും എന്നേക്കാൾ മുന്നേ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ ഉസ്താദിനെ കുറിച്ച് എനിക്കൊന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം മരിച്ചുപോയി, അല്ലെങ്കിൽ അദ്ദേഹം വഫാത്തായി എന്നാണ് പറയുക കേട്ടോ. മരിച്ചു എന്ന് പറയില്ല, വഫാത്തായി എന്ന് പറയുക. അപ്പോൾ അദ്ദേഹം വഫാത്തായിട്ട് അദ്ദേഹം ഇപ്പോഴും ഒരുപാട് ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ പുണ്യം ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേച്ചും ചെളി പറഞ്ഞും ജീവിക്കുന്നതല്ല ഒരു ജീവിതം. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടണം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.